ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇടിയപ്പവും ചക്കക്കുരു കുറുമയും ഉണ്ടാക്കാം. അതിന് ആദ്യം ഒരു 10 ചക്കക്കുരു തൊലി കളഞ്ഞ് വേവിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കണം. ചക്കക്കുരു വളരെ പോഷകമുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. ഇനി നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. 4 പച്ചമുളക്, ശകലം വെളുത്തുള്ളിയും ഇഞ്ചും 2 ചെറിയ ഉള്ളിയും കൂടെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് 5 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി പേസ്റ്റ്, സവാള, പച്ചമുളക്, ബേ ലീവ്സ്, ശകലം പെരിഞ്ജീരകം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കണം. നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് ആ തക്കാളി പേസ്റ്റ് കൂടെ നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം. ഇത് കഴിഞ്ഞ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. പച്ചമണം പോയതിന് ശേഷം നമുക്ക് 1 കപ്പ് തേങ്ങ, പെരിഞ്ജീരകം, അതുപോലെ ശകലം പട്ടയും കൂടെ അരച്ചത് കൂടെ നമുക്ക് ചേർത്ത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മസാല നന്നായിട്ട് തിളപ്പിക്കണം, പച്ചമണം പോകുന്നത് വരെ. അത് കഴിഞ്ഞ് നമുക്ക് ശകലം കസൂരി മേത്തിയും 1/4 ടീസ്പൂൺ ചാട്ട് മസാല കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടെ ചേർക്കണം. ചക്കക്കുരുവും ഈ മസാലയും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം. ഇത് നന്നായിട്ട് യോജിച്ചു. കറി നന്നായിട്ട് വന്നു, കറി നന്നായിട്ട് കുറുകി വന്നു. ഇതാണ് കറക്റ്റ് പാകം. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. ഇത് ചമ്പാ പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് മില്ലിൽ കൊടുത്ത് പൊടിച്ച ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഇടിയപ്പത്തിൻ്റെ പൊടി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചൂടുവെള്ളവും ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഇഡലി പാത്രത്തിൽ വെച്ച് ഈ ഇഡലി തട്ട് വെച്ച് നമുക്ക് ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കാം. ഇത് വളരെ ഈസിയാണ് കേട്ടോ, എളുപ്പത്തിൽ തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അഞ്ച് മിനിറ്റ് വെന്തോട്ടെ. ഇടിയപ്പം തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇടിയപ്പവും ചക്കക്കുരു കുറുമയും തയ്യാറായി. ഇനി നമുക്ക് കഴിക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ.